ഫാഷൻ ഷോ വെക്കുന്നത് അതിന്റെ ഡീലേഴ്സിനും പ്രൊമോട്ടേഴ്സിനുമാണ്, അല്ലാതെ ജനങ്ങൾക്ക് പോയി കാണാനല്ല. ജനങ്ങൾ വാങ്ങിക്കുന്ന ഇപ്പൊ ജോക്കി വാങ്ങിച്ചാലും ഷർട്ട് വാങ്ങിച്ചാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലെ. അതിന്റെ പബ്ലിസിറ്റിയാണ് ഡീലേഴ്സ് വെന്യൂല് അത് ലോഞ്ച് ചെയ്യുന്നത്. ആ ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അതിൽ നിന്നാണ് അവരുടെ മാർക്കറ്റ് കണ്ടെത്തുന്നത്. അവരാ ഇരിക്കുന്ന ഓഡിയൻസ് മുഴുവൻ ഡീലേഴ്സ് ആണ്. ലണ്ടൻ ഫാഷൻ വീക്ക് ആയാലും ന്യൂയോർക്ക് ഫാഷൻ വീക്ക് ആയാലും ഒൺലി ഡീലേഴ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാഷൻ ഷോ വേറെയാണ്, സൗന്ദര്യ മത്സരം വേറെയാണ്. ഈ സൗന്ദര്യ മത്സരം എന്ന് പറയുന്നത് 7-8 ദിവസം ഗ്രൂം ചെയ്തിട്ടാണ് ഇവര് ഈ സൗന്ദര്യ മത്സരം കോമ്പറ്റീഷൻ നിങ്ങൾ കാണുന്ന സ്റ്റേജിൽ വരുന്നത്. ഇവരെ എല്ലാവരെയും തുണിയില്ലാതെ അല്ല നടത്തുന്നത്. നിങ്ങൾ ആദ്യം തന്നെ കേരളത്തിൽ നടക്കുന്ന പരിപാടികളൊന്നും പോയി കാണ്, എന്നിട്ട് അവലോകനം ചെയ്യും. നിങ്ങൾ വെറുതെ ഏതോ ഫാഷൻ FTVയിലോ ഏതോ ഒരു ചാനലില് ഏതോ പെണ്ണുങ്ങൾ തുണിയില്ലാതെ നടക്കുന്ന കണ്ടിട്ട് ഇതും എടുത്തു പിടിച്ചു വരല്ലേ. ദൈവത്തെ ഓർത്ത്, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരല്ലേ. ദൈവത്തെ ഓർത്ത് വരാം. എന്താണ് വ്യത്യാസമുണ്ട്? എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. സമൂഹത്തിന് കൊടുക്കാനായിട്ട് രണ്ട് ഉപദേശം നേരത്തെ ചോദിച്ചു, എന്താണ് ആശയം എന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും 2 പറയുന്നുണ്ട്. അതിലിപ്പോ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒന്ന്, നമ്മളുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതുപോലെ ലേഡീസിന് അവരെ സ്വപ്നങ്ങൾക്കുള്ള ഒരു വേദി ഒരുക്കുകയാണ് സത്യത്തിൽ ഇത് ചെയ്യുന്നത്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വേദി എന്ന് പറഞ്ഞാൽ ഡാലുവിനെ പോലെയുള്ള ആൾക്കാർ നെക്സ്റ്റ് ലെവലിലേക്ക് ഇവർക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ അതായത് മാധ്യമങ്ങളിലൊക്കെ അവർക്ക് സംസാരിക്കാനും അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന സംഭവമാണ് ഈ ഫാഷൻ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പോയിന്റുകളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം. ആ 2 പോയിന്റിലാണ് ഈ മൊത്തം ഇൻഡസ്ട്രി നീങ്ങുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എന്താണ് യുവതലമുറ എന്താണ് പഠിക്കണമെന്ന്? നാളെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ കുട്ടികൾ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഓരോ കുട്ടികൾക്കും നാളെ അതുപോലെ ആവാനുള്ള ഒരു പ്രചോദനമാണ്. കാണിക്കുന്നതിനെ ഇപ്പൊ എന്ത് കാണിച്ചാലും അതിനെ അനുകരിക്കാൻ ആളുകൾ ഉണ്ടാവും. കോൺഫിഡൻസ് ലെവൽ, ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവൽ, ആറ്റിറ്റ്യൂഡ്, അതായിരിക്കണം നാളെ ഓരോ യുവതലമുറ എടുക്കേണ്ടത്. പറയുന്നുള്ളൂ.